ആന്ധ്രയിൽ ഉൽപാദനം വർദ്ധിച്ചതിനെ തുടർന്ന് അരിവില കുറയുന്നു. അരിയുടെ ഡിമാൻഡിലും വാഗൺ വാടകയിലും കുറവുണ്ടായതും വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഓണക്കാലം അടുക്കുന്നതോടെ വില കൂടിയേക്കും. സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും 140 നിയോജക മണ്ഡല ആസ്ഥാനങ്ങളിലും കൺസ്യൂമർ ഫെഡ് വിപണന മേളകൾ സംഘടിപ്പിക്കും. ഓണം റംസാൻ സീസണിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് അടുത്ത മാസം 1 മുതലാണ് വിപണനമേളകൾ ആരംഭിക്കുക എന്ന് കൺസ്യൂമർ ഫെഡ് പ്രസിഡന്റ് ജോയി തോമസും MD റിജിജി നായരും കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 നിത്യോപയോഗ സാധനങ്ങൾ 30% വിലക്കുറവിൽ ലഭ്യമാക്കും. സെപ്റ്റംബർ 15 വരെയാണ് വിപണനമേളകൾ. കോഴിക്കോട് കശ്യപാശ്രമം സംഘടിപ്പിക്കുന്ന സോമയാഗത്തിന് വൈദിക സമ്മേളനത്തോടെ തുടക്കമായി. യോഗാചാര്യ ബാബ രാംദേവ് ഭദ്രദീപം കൊളുത്തിയാണ് ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. കർണാടകയിലെ വേദപണ്ഡിതർ നേതൃത്വം നൽകുന്ന സോമയാഗം കാരപ്പറമ്പ് യാഗശാലയിൽ 17 വരെ നീണ്ടുനിൽക്കും. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ആയിരങ്ങൾക്ക് അവിസ്മരണീയമായ അനുഭൂതി പകർന്നുകൊണ്ട് കാസർഗോഡ് ചെറുവത്തൂർ നെല്ലിക്കാത്തുരുത്തി നിലമംഗലം കഴകത്തിൽ 10 ദിവസം നീണ്ട പെരുങ്കളിയാട്ടത്തിന് കൊടിയിറങ്ങി. 170ഓളം തെയ്യങ്ങളാണ് 10 നാളുകളിലായി രാപ്പകൽ ഭേദമന്യേ ഇവിടെ അരങ്ങേറിയത്. ഉത്തരമലബാറിലെ ഏറ്റവും വലിയ പെരുങ്കളിയാട്ടത്തിനാണ് കാൽനൂറ്റാണ്ടിന് ശേഷം ജനം സാക്ഷ്യം വഹിച്ചത്. കാസർഗോഡ് നീലേശ്വരത്തെ കിണാവൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് സമാപനമായി.